സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ബൈസൺ വാലിയിലാണ്. ഈ ബൈസൺ വാലി ചർച്ചിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് പുറകോട്ട് നോക്കിയാൽ കാണാം, അങ്ങ് ദൂരെ ചക്രമുടിയുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ടാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചക്രമുടി കാണാം. അപ്പോൾ അതിന് താഴെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായൊരു സ്ഥലമാണ്. ഇപ്പോൾ അല്പം ചൂടുണ്ട്, വെയിലുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വികാരിച്ചും പറയായിരുന്നു, നല്ല മനോഹരമായിട്ട് മഞ്ഞിൽ പൊതിഞ്ഞ ചക്രമുടി കാണായിരുന്നു. അപ്പോൾ വെറുതെ വന്നതല്ല ഈ ദേവാലയത്തിൽ. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു നല്ലൊരു കാഴ്ച സമ്മാനിക്കാൻ വേണ്ടി വന്നതാണ്. പ്രിയപ്പെട്ട സഹോസ്, ഇവിടെ നമ്മുടെ ദേവാലയത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ജെറിനച്ചനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അച്ഛനെ കാണാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാനും വന്നതാണ്. ഈ ദേവാലയത്തിൽ ജെറിനച്ചുണ്ട്. മാലാഖമാരുടെയും ഈശോയുടെ രൂപങ്ങളുടെയും എല്ലാ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ മുറിയിൽ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പോരെ? ജെറിനച്ചൻ പറഞ്ഞു കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കയറി കാണുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം കേട്ടോ. വാ. ഈ സൈഡിലോട്ട് നിങ്ങൾ നോക്കി, ഇത് മുഴുവൻ മാലാഖമാരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്വർഗത്തിൽ പോയ അനുഭവം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടാൽ കണ്ടോ, എന്നോരോ കളക്ഷൻസാണ് മാലാഖമാർ. അവിടെ യോസേപ്പ് പിതാവ് ഉണ്ണീശോയുള്ള രൂപമുണ്ട്. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും കൂടുതൽ മാലാഖമാരെ ഒരു മുറിയിൽ കാണുന്നത്. കണ്ടോ, വ്യത്യസ്തമായ മാലാഖമാർ. ഇതിൽ ഒന്ന് കാര്യം പറയാം. ഇത് നോക്കി, ഇതുണ്ടോ, ഇത് ഈ മാലാഖമാരുടെ താഴെ ഇവിടെ ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ രൂപമാണ്. അന്ത്യത്താഴം ഈശോയുടെ രൂപമാണ്. ഇവിടെ നോക്കി, ഒരു മാർബിളിൽ ഈശോ ശിശുമാരെ പഠിപ്പിക്കുന്ന രൂപമാണ്. അങ്ങനെ ബൈബിൾ സംബന്ധമായ കുറേ കാര്യങ്ങൾ ഇവിടെ ഈ മുറിയിലുണ്ട്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായാലും ഒരു നല്ലൊരു നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫീലാണ് ഈ മുറിക്കകത്ത് കയറി ചെന്ന് കഴിയുമ്പോൾ. നമുക്ക് ഒരു ഭക്തിയോടെയൊക്കെ നിൽക്കാൻ തോന്നും മുറിയിൽ. അങ്ങനെ ഇതാണ് അച്ഛൻ്റെ ഇരിക്കുന്ന സ്ഥലമാണ്. അച്ഛൻ പുറത്തുണ്ട്. അഞ്ച് ദിവസം അച്ഛനെ കാണും. അപ്പോൾ അച്ഛൻ്റെ മുറിയിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ ആ മേശപ്പുറത്ത് തന്നെ ഒത്തിരി മാലാഖമാരെ അച്ഛൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മാലാഖമാരെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം മുറിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, രൂപങ്ങൾ മനസ്സിലായി. പ്രിയപ്പെട്ട സഹോസ്, ഇങ്ങനെ ഇത്രയും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ അച്ഛനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഇച്ചിരി ത്യാഗമൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് രൂപങ്ങൾ പ്രത്യേകമായിട്ട് കാണാം. അപ്പോൾ ഞാൻ കയറി വന്നപ്പോഴേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് ഞാനൊരു വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അച്ഛനെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി കാണാൻ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് ഇതെല്ലാം കാണുന്നത്, ഈ രൂപങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, അപ്പോൾ വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ ഈ കുറച്ച് രൂപങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന കാര്യം, നമുക്ക് ബൈബിളിൽ പറയുന്ന കുറേ വചനങ്ങൾ, ഈശോയുടെ ജീവിതം, അതെല്ലാം ഈ രൂപങ്ങളുടെ പെട്ടെന്ന് മനസ്സിലോട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുന്ന ഈശോ, ബൈബിളിലുള്ള കാര്യമാണ്. അതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരും. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ജെറിനച്ചനോട് കുറച്ച് സംസാരിക്കാം. ഈ എങ്ങനെയാണ് തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു ഇത് എത്ര കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും, ഇതാരാണ് ഈ ജെറിനച്ചൻ, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായി കാണും. അപ്പോൾ നമ്മൾ അച്ഛനോട് ചോദിക്കാം, അച്ഛനെ വിളിക്കാം. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജെറിനച്ചൻ. അച്ഛനാണ് ഈ കാഴ്ചകൾക്കൊക്കെ പിന്നിലുള്ള ആള്. അച്ഛൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ഛൻ ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ജെറിൻ എന്നാണ്. വീട്ടുപേര് കൊഴിയംപ്ലാവിൽ, ഇടുക്കി രൂപതയിലെ വൈദികനാണ്. സ്വദേശം ഇവിടെ അടുത്ത് തന്നെ കുഞ്ചത്തണ്ണി എല്ലക്കലാണ് ഇടവക. ഇപ്പോൾ ഇവിടെ വൈസമാരിയിൽ 2 വർഷമായി വികാരിയായിട്ട് സേവനം ചെയ്തു. അച്ഛാ, ഞങ്ങൾ വന്നു, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടായ കാര്യം, ഇതിന് പിന്നിലുള്ള അച്ഛൻ്റെ ഒരു സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നല്ലൊരു സമയം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല വർഷങ്ങളിൽ കണക്കുകളൊന്നും. അച്ഛാ, ഇങ്ങനെ ഇത്രയും മനോഹരമാക്കി തീർക്കുന്നതിനും ഇത്ര മാലാഖമാരെ ശേഖരിക്കുന്നതിനും ഈ രൂപങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അല്ലേ? അതെല്ലാം കൊണ്ടുവരുന്നതിന് തുടക്കം എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പൊ നമ്മൾ 2026 സംസാരിക്കുന്നത്, മാർച്ച് മാസമാണ് സംസാരിക്കുന്നത്. ഇത് എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, പറയാമോ? തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഇത് തുടങ്ങിയത് ഇങ്ങനെ വലിയ കളക്ഷൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചല്ല. പക്ഷേ സെമിനാരി പഠിക്കുന്ന സമയത്ത്, ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, കോട്ടയത്ത് വടവതൂരാണ് ഞാൻ പഠിക്കുന്നത്, ഫിലോസഫി തിയോളജി. അപ്പോൾ 2007 ഫിലോസഫി പഠിക്കാൻ വേണ്ടി കോട്ടയത്ത് ചെന്ന സമയത്ത് അപ്പോൾ നമുക്ക് ചെറിയ ക്യൂബിക്കിളാണ്, ചെറിയ റൂമാണ്. അപ്പോൾ അതിനകത്ത് കുഞ്ഞൊരു അലമാരയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലായിരിക്കുന്നത് ചെറിയ ക്രൂശി രൂപം ഉണ്ടായിരുന്നു, ഈശോയുടെ ബെൻഡിങ് ക്രോസ്. അപ്പോൾ അത്
എൻ്റെ റൂമിൽ അലമാരിക്കകത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ഔട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പം നല്ലൊരു മാലാഖയുടെ രൂപം കണ്ടു. അപ്പോൾ ഈ ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നത് ഈ മാലാഖയാണ്. ഈ ഇരിക്കുന്ന ഈ ചെറിയ ഈ ചെറിയ മാലാഖ. ഇതാണ് അച്ഛൻ്റെ ആദ്യം വാങ്ങിയ മാലാഖ അല്ലേ? ഏറ്റവും ആദ്യം വാങ്ങുന്ന ഈ മാലാഖയാണ് 2007. 2007. അപ്പോൾ നല്ല ക്യൂട്ട്, നല്ല രസം, ഭംഗി മാലാഖായ രൂപം കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആഴ്ചയിലൊന്ന് ഞങ്ങൾക്ക് അന്ന് ഔട്ടിങ്ങിന് പോകത്തുള്ളൂ. ആ രൂപം വാങ്ങി. അപ്പോൾ കുരിശിൻ്റെ ഒരു സൈഡ് വെച്ച് കഴിഞ്ഞപ്പം അപ്പുറത്തെ സൈഡിലില്ല. അപ്പോൾ എന്നാൽ അടുത്ത ആഴ്ച പോയി അടുത്ത രൂപവും കൂടെ വാങ്ങി അങ്ങനെ അപ്പുറത്തെ സൈഡിൽ വെച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഈ മാലാഖമാരെ കാണുമ്പോൾ എന്തോ നമുക്കൊരു മനസ്സിലൊരു സ്നേഹം തമ്പുരാൻ തന്നു. അതുകൊണ്ട് മാലാഖമാരുടെ രൂപങ്ങൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഓരോ തവണ ചെല്ലുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആഗ്രഹിച്ച് ഇപ്പോൾ ആ കടകളിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഫോട്ടോ കാണുമ്പോൾ അവർ പറയും, അച്ഛാ ഇത് ഞങ്ങളെ പോലും ഇല്ല ഇപ്പോൾ. കാരണം ഈ ഓരോ സമയത്ത് വന്നതാണ് മാലാഖമാരെ. എപ്പോഴൊക്കെ ആ രൂപങ്ങൾ ആ കടയിൽ വരുന്നോ അപ്പോഴൊക്കെ അവിടെ ചെല്ലാൻ ഈശോ ഇടവരുത്തി ആ രൂപങ്ങൾ ഞാൻ വാങ്ങി. അങ്ങനെ ഇഷ്ടം ഈശോ തന്നു. അങ്ങനെയാണ് ആദ്യം ഈ ഗോൾഡൻ മാലാഖമാരുടെയാണ് ആദ്യം കളക്ഷൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇത്രയും ഇങ്ങനെ കളക്ഷനായിട്ട് വന്നു കഴിഞ്ഞപ്പം അതൊക്കെ വൈറ്റ് മാലാഖമാരുടെ കളക്ഷൻ തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ആ സൈഡിൽ ആ കാണുന്നത്. അങ്ങനെയാണ് ഒരു ഇഷ്ടം തമ്പുരാൻ ഈശോ തന്നതാണ്. ഈശോ തന്നു, അതിനുള്ള അവസരങ്ങൾ തമ്പുരാൻ ഒരുക്കി എന്ന് പറയാം. ഈ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗ്ഗം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ അങ്ങനെ ഈ മാലാഖമാരുടെ സ്നേഹം ഉണ്ടാകാനുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലോട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ മാലാഖമാരെ കുറിച്ച് എന്തെങ്കിലും അച്ഛൻ മനസ്സിൽ എന്താ തോന്നുന്നു, പറയാനായിട്ട് തോന്നുന്നത്? അങ്ങനെ തോന്നിയാൽ തീർച്ചയായിട്ടും മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഒരു 4-5 ആക്സിഡൻറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അത് കഴിഞ്ഞ് പിന്നീട് ചെല്ലുമ്പോഴും ധ്യാനത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് പറയുക, അച്ഛാ അത് ഈശോ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു. തീർച്ചയായിട്ടും മാലാഖമാരുടെ സംരക്ഷണം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും മാലാഖമാരിലൂടെ കർത്താവ് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ വഴിയിൽ. അതുകൊണ്ടാണ് നമ്മൾ സംഗീതത്തിന് വായിക്കുന്നത്, നിന്റെ പാദം കല്മേ തട്ടാതിരിക്കാൻ ദൂതന്മാർ അവർ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വലിയ ദൈവത്തിൻ്റെ സന്ദേശവാഹകർ അവർ നമ്മുടെ കൂടെ ഉള്ള നമുക്കെപ്പോഴും കൂടെ തന്നേക്കുന്നതാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല പലപ്പോഴും. കാവൽമാലയെ കുറിച്ച് കാവൽമാലാഖയും നമ്മുടെ കൂടെയുള്ള ദൈവിക സംരക്ഷണവും അവരുടെ സാന്നിധ്യമൊന്നും നമ്മൾ പെട്ടെന്ന് സാധാരണ നമ്മൾ പല പല കാര്യങ്ങളിൽ പോകുമ്പോൾ ചിന്തിക്കാറില്ല. പക്ഷേ ഈ മുറി കയറി വരുന്ന ഒരാൾ പെട്ടെന്ന് ഈ മാലാഖമാരെ കാണുമ്പോൾ ഇത്രയും മാലാഖമാരുണ്ടല്ലോ, ഇങ്ങനെ മാലാഖമാർ. അപ്പോൾ മാലാഖമാർ നിൽക്കുന്ന സ്വർഗം വെറുതെ വന്ന് പെട്ടെന്ന് കയറി വരുന്ന ഒരാൾ ഇതെല്ലാം കണ്ടിട്ട് അച്ഛാ സ്വർഗത്തിൽ വന്ന പോലെയുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുറി വരുന്ന ഒരാൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, മാലാഖമാരെക്കുറിച്ച് ദൈവികമായൊരു ചിന്ത നമ്മളൊന്നും പറയാതെ ഇവിടെ വരുമ്പം തന്നെ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സുവിശേഷ പ്രഭാഷണമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മുറി ഇങ്ങനെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചും നമ്മൾ പ്രസംഗിക്കാതെ തന്നെ അവർ മനസ്സിലാക്കുകയാണ് ഇവിടെ വരുന്നത് ആര്. ശരിയാണ്. നിങ്ങൾ ഈ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വൈസമ്പാലി പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും ലോകത്തിൽ എവിടെയുള്ളവരാണെങ്കിലും വൈസമ്പാലി വരിക, ഇടുക്കി വൈസമ്പാലി വരിക. ഈ മുറി നിങ്ങൾക്ക് വേണ്ടി അവിടെ തുറന്നിട്ടിരിക്കും അല്ലേ? ആശുള്ളപ്പോൾ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പള്ളി പ്രാർത്ഥിച്ച് പോകാവുന്നതാണ്. സ്നേഹമുള്ളവരെ, മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ആളുകൾക്ക് മാതാവിനോട് ഭക്തിയുണ്ട്, മധ്യസ്ഥം യാചിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ജെർണച്ചൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛനെ ഏറ്റവും പുതുമയുള്ളൊരു രൂപം ഞങ്ങൾ കാണിച്ചു തന്നു, എന്നെ കാണിച്ചു തന്നു. അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. അച്ഛാ, ഇത് ഈ മാതാവിൻ്റെ അച്ഛന് ഇതെന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ്? ഇത് മാതാവിൻ്റെ രൂപങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ മാതാവിൻ്റെ ഹൃദയം എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊരു ഓർമ്മ നമുക്ക് തരുന്ന നല്ലൊരു രൂപമാണിത്. മാതാവിൻ്റെ ഹൃദയം എന്താണ്? മാതാവിൻ്റെ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ചോദിക്കുമല്ലേ സാധാരണ എന്ന് പറയുന്ന പോലെ മാതാവിൻ്റെ മാതാവിൻ്റെ ഹൃദയം അത് നമുക്കൊന്ന് കാണാൻ പറ്റിയാൽ നമുക്ക് മാതാവിനെ കാണാൻ പറ്റില്ലെന്നതിന് ആഗ്രഹം. അപ്പോൾ അത് ആ ചിന്തകളൊക്കെ നമുക്ക് തരുന്ന രൂപമാണിത്. നിങ്ങൾക്കറിയാമോ മാതാവിൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന്? അത് നമ്മൾ ജനറേഷൻ നമ്മൾ കാണിച്ചു തരും. കൈ തുറന്നു നിൽക്കുന്ന മാതാവാണ്. ഈ മാതാവ് കൈ തുറക്കുന്നത് വാ മക്കളെ എന്ന് പറഞ്ഞ് മാതാവ് നമ്മൾ ക്ഷണിക്കുന്നത് മാതാവിൻ്റെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം മാതാവ് നമ്മെ തുറന്ന് കാണിക്കുന്ന ഒരു ചിത്രീകരണമാണിത്. ആ ഹൃദയത്തിൽ ഈശോയും മാതാവും. മാതാവിൻ്റെ ഹൃദയത്തിൽ ഈശോയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആരാകണം? ഈശോയാകണം. അവിടെ ഈ രൂപം കണ്ടു, നിങ്ങൾ ഭംഗി ആസ്വദിച്ചു. അതിൽ നിന്ന് നമുക്ക് ആത്മീയമായ ചൈതന്യവും ബോധവും ഇതാണ്, നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടായിരിക്കണം. ഈശോ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈശോ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ? അതെ. അതെ. സ്നേഹമുള്ളവരെ, നമ്മൾ അച്ഛനെ കേട്ടു. ഇനിയും അച്ഛൻ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കണം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറുന്നത്.
ഞാനിവിടെ ഇവിടെ വന്നു, മുറിയെല്ലാം നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മാലാഖമാരെ കണ്ടുപോയ സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈശോയുടെ രൂപമുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്, അങ്ങനെ ഒത്തിരി വിശുദ്ധരുടെ ഒക്കെ രൂപമുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 രൂപങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഈ ഭാഗത്തിരിക്കുന്ന ഈ മാതാവ് ഈ രൂപത്തിൽ മാതാവ് മാത്രമല്ല ഈശോയുണ്ട്. നോക്കി, മാതാവ് ശരീരഭാഗം മുഴുവനില്ല, ഈശോ കുരിശുമായിട്ട് യാത്ര ചെയ്യുന്നു, മാതാവിൻ്റെ ശരീരഭാഗം മുഴുവൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ സഹനത്തിൽ മാതാവ് പങ്കാളിയായി മാറുകയാണ്. അല്ലേ അച്ഛാ? അല്ലേ? ആ, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അതെ, കർത്താവിൻ്റെ പുറകെ മാതാവിൻ്റെ യാത്രയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ഇതുണ്ടോ, ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ, ഒരു രൂപത്തിലൂടെ ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മാതാവിൻ്റെ സഹനത്തെക്കുറിച്ചൊക്കെ. ഹൃദയം തകർന്ന് ഇരിക്കുന്ന ഒരു അമ്മയുടെ രൂപമാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. കുറേ രൂപങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ നോക്കുക. ഈശോ പത്രോസിനെ രക്ഷിക്കുന്നതാണ് അല്ലേ? ഈശോ പത്രോസിനെ രക്ഷിക്കുന്ന, വെള്ളത്തിന് വീട് നടക്കുന്ന അത് ഉണ്ട്. പിന്നെ ഫിയാത്ത് ഉണ്ട്. ഇവിടെ ഈശോ കഴുതപ്പുറത്ത് പോകുന്ന ഭാഗം. അങ്ങനെ യോസേപ്പ് പിതാവും ഈശോയും ജോലി ചെയ്യുന്നത്. അപ്പോൾ ദൈവവചനത്തിലെ കാര്യങ്ങൾ കുറേ രൂപങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ വചനം അറിയാതെ പഠിക്കും, സുവിശേഷം അറിയാതെ നമ്മൾ മനസ്സിലാക്കും. ഇനി വളരെ വളരെ വ്യത്യസ്തമായൊരു രൂപം കാണിച്ചു തരാം. ഇത് ഞാൻ അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛൻ തന്നെ പറഞ്ഞു തരും. അച്ഛൻ ഇതെന്താ ഈ മെറ്റൽ എന്ത് കാര്യങ്ങളെന്ന് പറയാമോ? പോളിമാർബിളിലാണ്, പക്ഷെ ഇതിന്റെ പെയിന്റ് ചെയ്തിരിക്കുന്ന മെറ്റാലിക് പെയിന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫിനിഷിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ആ, ഇത് തിരുക്കുടുംബത്തിന്റെ. ഇത് അച്ഛന്ന് പറഞ്ഞ ഇതിന്റെ വ്യത്യാസം പറഞ്ഞു. നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുമ്പോൾ മാതാവും യേശുപിതാവും ഒന്നിച്ചേർന്ന് ഉണ്ണീശോയെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ യേശുപിതാവ് ഉണ്ണീശോയെ നോക്കുന്നു, മാതാവ് കിടന്ന് ഉറങ്ങുന്നു. മാതാവ് റെസ്റ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ വിശ്രമത്തിലായിരിക്കുമ്പോഴും യേശുപിതാവ് ഉണ്ണീശോയെ പരിപാലിക്കുന്ന ഒരു നല്ല അപ്പൻ്റെ ചിത്രം. തിരുക്കുടുംബത്തിൽ യേശുപിതാവ് തിരുസഭയുടെ സംരക്ഷകനും പരിപാലകനും എന്നൊക്കെ പറയുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകൻ എന്നതിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ വശം നമുക്ക് കാണിച്ചു തരുന്ന, പെട്ടെന്ന് ആ ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് നടത്തുന്ന നല്ലൊരു രൂപമാണ്. മാതാവിനെ ഉറങ്ങാൻ അനുവദിക്കുന്ന യേശുപിതാവ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലേ? മാതാവിനെ ഉറങ്ങാൻ അനുവദിക്കുന്ന യേശുപിതാവ്. അല്ലെങ്കിൽ എപ്പോഴും മാതാവിൻ്റെ കയ്യിലെ ഈശോയെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി എപ്പോഴും മാതാവിൻ്റെ കയ്യിലല്ല, യേശുപിതാവിൻ്റെ കയ്യില്ല. അതുകൊണ്ട് പേരൻസിനൊക്കെ വലിയൊരു റിഫ്ലക്ഷൻ അല്ലേ? പക്ഷെ അമ്മയുടെ ഉത്തരവാദിത്വം മാത്രം അല്ലേ? ഷെയറിങ് ദ പേരൻറ്ഹുഡ്. അപ്പോൾ വളരെ മീനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ട്, നമ്മുടെ വലിയൊരു ആത്മീയതയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ പുലർത്താൻ പറ്റുന്ന വലിയൊരു ആത്മീയതയാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട സഹോസ്, ഒത്തിരി ചിത്രങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തീരെയല്ല, ഏകദേശം ഒരു ഐഡിയ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ മൂന്നാർ, അതുപോലെ തന്നെ അതെ ഈ മാട്ടുപ്പെട്ടി, ഇങ്ങനെയൊക്കെ ടൂറൊക്കെ വരുമ്പോൾ ബൈസന്മാരോട് വരിക. അവിടെ ജെർണച്ചനുണ്ടാവും. അവിടെ ജെർണച്ചൂര് ബൈസന്മാർ പള്ളി വന്നു കഴിയുമ്പോൾ ജെർണച്ചനുണ്ടെങ്കിൽ ജെർണച്ചൻ്റെ മുറിയിൽ വന്ന് കയറുക, കാണുക, പ്രാർത്ഥിക്കുക, പോവുക കേട്ടോ. അപ്പോൾ അതാണ്. കാരണം നമുക്ക് ഒത്തിരി ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ പിന്നെ യാത്രകൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ഓർമ്മ വെക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ കളക്ട് ചെയ്യും. അതെല്ലാം ഉണ്ട് ഓരോ സ്ഥലത്ത് നിന്നുള്ളത്. അച്ഛനോട് പറഞ്ഞു റോമിൽ പോയ, ഇസ്രായേലിൽ ഹോളിലാൻഡ് പോയപ്പോൾ, പിന്നെ നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ, അവിടെ എല്ലാം അച്ഛന് കിട്ടിയ സമ്മാനങ്ങൾ, അച്ഛൻ മേടിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, അച്ഛൻ പറഞ്ഞതുപോലെ. അച്ഛൻ ഒന്ന് ക്ഷണിച്ചേരെ, ഞാൻ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു ഇന്ന് അച്ഛൻ വന്നത് പോലും വലിയൊരു ദൈവിക നിയോഗം പോലെ. അച്ഛൻ ഇതൊന്നും ഓർത്തിട്ട് വന്നതല്ല, പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ആ സ്നേഹവും ഈ വലിയ പ്രസൻസും. തീർച്ചയായിട്ടും എല്ലാവരെയും ബൈസന്മാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സ്നേഹമുള്ള ആ വാക്കുകൾക്കും നിങ്ങളുടെ സാന്നിധ്യവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം ബൈസന്മാരിയിലേക്ക്. അപ്പോൾ മറക്കണ്ട, മൂന്നാർ വരുമ്പോൾ, മാട്ടുപ്പെട്ടി വരുമ്പോൾ ബൈസന്മാർ വരിക. അപ്പോൾ അച്ഛൻ ഒത്തിരി നന്ദി. താങ്ക് യു.